അസ്സലാമു അലൈക്കും. എൻ്റെ അക്കാനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയണു. എനിക്ക് 2 മക്കളാണ്. പറ്റുമെന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് സഹായിക്കണം. ഒരു നിവൃത്തിയില്ലാണ്ടാണ് ഇന്നൊരു വീഡിയോ കൂടി ചെയ്യണത്. അസ്സലാമു അലൈക്കും. ഇത്ര എല്ലാവരും സഹായിച്ചതിൽ വളരെ നന്ദി. എനിക്ക് 2 മക്കൾ, കുഞ്ഞു മക്കളാണ്. എന്താ പറയുക, എനിക്ക് കിഡ്നിക്ക് പഴയ ജീവിതം വെച്ച് എനിക്ക് പഴയ ജീവിതം തിരിച്ചു വരണം. എനിക്ക് എൻ്റെ മക്കളെ ആലോചിച്ച് നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാനൊരു പ്രവാസിയും കൂടിയാണ്. അള്ളാഹിനെ ആലോചിച്ച് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എനിക്ക് സഹായിച്ച് എൻ്റെ കിഡ്നി വെക്കാനുള്ള ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ സവാബ് നഗർ എന്ന് പറയുന്ന ദേശത്ത് താമസിക്കുന്ന ഫിറോസ്കാക്ക് കിഡ്നി പ്രോബ്ലം ആയിട്ട് അതിൻ്റെ പേരിലാണ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നല്ലവരായ ജനങ്ങൾ, നിങ്ങളെല്ലാവരും സഹായിച്ച ഒരു എമൗണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനും ഇവർക്ക് തുടർ ചികിത്സയ്ക്ക് ഇനിയും എമൗണ്ട് വേണ്ട കാരണം കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്തതിൽ ഈ കുടുംബത്തിന് മൊത്തമായിട്ട് ലഭിച്ചിരിക്കുന്നത് 4,59,507 രൂപയാണ്. അതിൽ ഈ കുടുംബത്തിൻ്റെ കയ്യിൽ നേരിട്ട് ആളുകൾ കൊണ്ടുവന്ന് കൊടുത്തത് 1,08,850 രൂപയാണ്. അതേപോലെ തന്നെ ഈ കുടുംബത്തിന് സഹായത്തിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിൻ്റെ മുമ്പിൽ ഈ കുടുംബം നേരിട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ജെന്യുവനായിട്ടുള്ള കുടുംബമാണ്, ഇത്ര എമൗണ്ടാണ് അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ, പറ്റുന്ന സഹായം എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുത്തോളി എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അത് പ്രകാരം 1,00,000 രൂപയും കൂടി കുടുംബത്തിന് സഹായമായത് കിട്ടിയത് എല്ലാം കണക്കിലെടുത്തിട്ടാണ് 4,59,507 രൂപ ഈ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ 60,000 രൂപ ഇപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റായിട്ടും മരുന്നുകൾക്കായിട്ടും ഈ കുടുംബത്തിന് ചിലവ് വന്നിട്ടുണ്ട്. 4,00,000 രൂപ ഈ കുടുംബത്തിൻ്റെ അക്കൗണ്ടിൽ ഇവരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഇവർക്ക് ഡോണർ പുറമേ നിന്നാണ്. സർജറിക്കും തുടർ ചികിത്സയ്ക്കും ഏകദേശം 25 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. ഫിറോസ്കയും ഭാര്യയും 2 മക്കളാണുള്ളത്, പിന്നെ ഉമ്മയും. ഈ ഇത്തയും ഉമ്മയും കൂടിയിട്ട് ഈ നാട്ടിലൊക്കെ ഇവരുടെ അയൽവാസികളുടെ മുമ്പിലൊക്കെ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വിറ്റിട്ടും അത് കൊടുത്തിട്ടൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു എമൗണ്ട് കൊണ്ടാണ് ഇവർ ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് ഞാനും ഇവിടുത്തെ വാർഡ് മെമ്പറും മഹല്ല് കമ്മിറ്റിയും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പറ്റാവുന്ന ആളുകൾ ഈ വീഡിയോ കണ്ട് ഈ കുടുംബത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പറ്റുന്ന ആളുകൾ ഈ കുടുംബത്തിന് വേണ്ടി ഇനിയും സഹായിക്കണം. ഇതുവരെ സഹായിച്ച മുഴുവൻ ജനങ്ങളുടെ മുമ്പിലും നന്ദി അറിയിക്കുകയാണ്. പറ്റുന്ന ആളുകൾ ഈ കുടുംബത്തിനെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. ഇതുവരെ സഹകരിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദിയുണ്ട്. ഇനിയും വലിയൊരു തുക ആവശ്യമായി വരുന്നുണ്ട്. ഇനിയും കഴിയാവുന്ന സുമനസ്സുകൾ എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ അയൽവാസിയാണ് ഫിറോസ്ക. ഇക്കാനെ പോലെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കുക. വളരെ ബുദ്ധിമുട്ടിലാണ് ആ കുടുംബം. നമ്മുടെ മദ്രസയിലാണ് ഈ 2 കൊച്ചുമക്കളും പഠിക്കുന്നത്. അവരുടെ വാപ്പയുടെ ആണ് ഫിറോസ് ചികിത്സ തേടുന്നത്. കഴിയുന്നവരൊക്കെ ഒന്നും കൂടി അദ്ദേഹത്തിനെ സഹായിക്കുക, അദ്ദേഹത്തെ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക.